വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അപ്പോൾ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, എന്തു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ചു തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞത് തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവരെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവങ്ങൾ. ഇതിനോടകം വ്യക്തിപരമായ രീതിയിൽ യേശുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും യേശുവിനോട് ആഴത്തിൽ വിശ്വാസവും കൂറും പുലർത്തി പോന്നിരുന്നതുമായിട്ടുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കല്ലറയിൽ കണ്ട ആ അനുഭവം ഭക്തസ്ത്രീകൾ വന്ന് പങ്കുവെച്ച ആ ദിവസം തന്നെ ഈ കൂട്ടായ്മയിൽപ്പെട്ട 2 പേർ അവിടെ നിന്ന് അവരുടെ വാസസ്ഥലമായിട്ടുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എമ്മാവൂസ് ഗ്രാമം ജെറൂസലത്തിൽ നിന്ന് അല്പം ദൂരെയായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് സുവിശേഷങ്ങളിൽ നാം കാണുന്നു. അതിന്റെ ദൂരപരിധി പോലും അവിടെ വിവരിക്കുന്നുണ്ട്. അവര് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് നടക്കുന്ന വഴിയിൽ
സ്ത്രീകൾ അവരോട് പറഞ്ഞതും അതിനു മുമ്പ് യേശുവിന് സംഭവിച്ചുമായിട്ടുള്ള ദാരുണ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് അവർ സംസാരിച്ച് നീങ്ങുന്നത്. ഇതിനിടയിൽ ഒരു അപരിചിതൻ എന്ന രീതിയിൽ യേശു അവരോട് കൂടെ ചേരുന്നു. പക്ഷെ യേശുവാണ് അതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശു അപരിചിതനെ പോലെ തന്നെ അവരോട് കൂടി ചേർന്നുകൊണ്ട് എന്താണ് നിങ്ങൾ ഇത്ര കാര്യപ്പെട്ട് സംസാരിക്കുന്നത് എന്ന് അവരോടായിട്ട് തിരക്കുന്നു. അവർ സ്വാഭാവികമായിട്ട് സംസാര വിഷയം യേശുവിനോട് പറയുന്ന കൂട്ടത്തിൽ എന്താ താങ്കളൊന്നും അറിഞ്ഞില്ലേ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്ന് പോലും ചോദിക്കാൻ അവര് മറന്നില്ല. അപ്പൊ ഏത് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് യേശുവിനുണ്ടായ ദാരുണമായിട്ടുള്ള സംഭവ വികാസങ്ങളെ പറ്റിയാണ് അവസാനം ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ വന്ന് പറഞ്ഞു, മൃത ശരീരം കാണാനില്ല, ഉയർത്തെഴുന്നേറ്റു എന്ന് ദൂതൻ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതും അവര് ഈ അപരിചിതനോട് പറയുന്നു. അപരിചിതൻ അപ്പോൾ അല്പം ശാസനായ രൂപത്തിൽ തന്നെ മൃദുവായിട്ട് അവരോട് സംസാരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ ദൈവവചനം വിശ്വസിക്കുന്ന ആളുകളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യേശു ജീവിതത്തിൽ പാടുപീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും അവസാനം ഉത്ഥാനം ചെയ്യുകയും ചെയ്യുമെന്നും അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? സഹനത്തിന്റെ തീച്ചൂളയിൽ കൂടി നടന്നുകൊണ്ടാണ് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് യേശു പ്രവേശിക്കേണ്ടതെന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ ഇത്രയേറെ മാന്യം നിങ്ങളുടെ ബുദ്ധിക്ക്, നിങ്ങളുടെ ചിന്തയ്ക്ക് സംഭവിക്കാൻ ഇടവന്നത് എന്ന രീതിയിൽ അവരെ തിരുത്തുകയാണ്. സംസാരിച്ചുകൊണ്ട് തന്നെ അവർ നടന്ന് ഗ്രാമത്തിലേക്ക് അടുക്കാറായപ്പോൾ വഴി രണ്ടായിട്ട് പിരിയുന്ന ഒരു കവലയിൽ അവരെത്തി. അവർ തിരിഞ്ഞു പോകുന്ന വഴിയിൽ കൂടി അല്ല ഈ അപരിചിതനായിട്ടുള്ള വ്യക്തി പോകേണ്ടത് എന്ന് അവരെ കാണിക്കത്തക്ക വിധത്തിൽ മറുവശ വഴിയിൽ കൂടെ അപരിചിതൻ പോകുന്ന രീതിയിൽ നടക്കുന്നു. അതിനോടകം തന്നെ അപരിചിതനുമായിട്ട് വളരെയേറെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇടവന്ന ഈ രണ്ട് യേശു ശിഷ്യന്മാർ അപരിചിതനെ തങ്ങളുടെ വാസസ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു. നിർബന്ധപൂർവമായിട്ടുള്ള ക്ഷണം അപരിചിതൻ സ്വീകരിച്ച് അവരോടുകൂടി പോയി അവരുടെ വാസസ്ഥലത്ത് ചെന്ന് അവര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം ഔപചാരികമായ രീതിയിൽ തന്നെ എന്ന് പറയത്തക്ക വിധത്തിൽ അവരുടെ മധ്യേ ഇരുന്നു കൊണ്ട് അത് കൈകളിലേന്തി പ്രാർത്ഥനാ നിർഭരമായി അത് ആശീർവദിച്ച് മുറിച്ച് ആ അപരിചിതൻ തന്നെ എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്നു. ഇതിനോടകം വളരെ സൗഹാർദ്ദ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല. ആ അപരിചിതനിൽ നിന്ന് ആ ഭക്ഷണം അവർ ഏറ്റുവാങ്ങി അത് കഴിക്കുന്നു. എല്ലാവർക്കും വളരെ സംതൃപ്തി ആയിട്ടുള്ള ഒരു അനുഭവം. ആ അപ്പം കഴിഞ്ഞ ഉടനെ തന്നെയാണ് സുവിശേഷകന്മാർ പറയുന്നത് അവരുടെ മൂടപ്പെട്ട കണ്ണുകൾ തുറന്നു എന്ന് വെച്ചാൽ അവർക്ക് സുബോധം വരുന്നു. തങ്ങളുടെ സാന്നിധ്യത്തിലുള്ളത് വെറും അപരിചിതനല്ല, സാക്ഷാൽ തങ്ങൾ ആരെപ്പറ്റി പറഞ്ഞിരുന്നുവോ ആ യേശു തന്നെയാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഉള്ളത് എന്ന് അവർ തിരിച്ചറിയുന്നു. അവർ തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ യേശു അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശുവിന്റെ അസാന്നിധ്യത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷയങ്ങൾ കൈമാറുന്നു. അദ്ദേഹം നമുക്ക് അപ്പം പകുത്തു തന്നപ്പോ നമ്മളത് കഴിച്ചപ്പോ നമ്മുടെ ഹൃദയം ചുരുക്കിയായിരുന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ടായില്ലേ എന്ന രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള വികാരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉടനെ തന്നെ സന്തോഷ ആധിക്യത്താൽ അവരെല്ലാവരും തന്നെ ഒന്നിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. ശിഷ്യന്മാരോട് ചെന്ന് തങ്ങൾ യേശുവിനെ കണ്ടു എന്നും യേശു തങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നും ഒക്കെയുള്ള വിവരങ്ങൾ പറയുന്നു. അപ്പോൾ ശിഷ്യന്മാരും അവിടെ തനിച്ചുകൂടിയിരുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്ത യേശുവിനെ അവരും കണ്ടു. ആ കാര്യങ്ങൾ അവർ തമ്മിൽ പറയുകയായിരുന്നു. എന്തായിരിക്കും അവരുടെ സന്തോഷത്തിന്റെ ആധിക്യം! അങ്ങനെ അവർ ഒന്നിച്ച് ബുദ്ധിതനായിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള ആ സന്തോഷത്തിൽ പങ്കുപറ്റുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ചെറുപതിപ്പ് ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷകൻ കൊണ്ടുവരുന്നതായിട്ട് വേണം കരുതാൻ.